ഹായ് ഗായ്സ്, എൻ്റെ കസിൻ ബ്രദർ എഴുതിയ ഒരു യാത്രാ അനുഭവമാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞാനത് വായിച്ചിട്ട് വോയിസിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഹെഡ്സെറ്റ് യൂസാക്കി കേൾക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. എല്ലാവരെയും പോലെ യാത്രകളെ നന്നായി ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. എന്നെപ്പോലെ തന്നെ യാത്ര ഇഷ്ടപ്പെടുന്ന മറ്റു 5 പേരും കൂടുന്നതാണ് ഞങ്ങളുടെ ഗ്യാങ്. ചെറിയ ചെറിയ യാത്രകൾ ഒരുപാട് പോകാറുണ്ടെങ്കിലും 3 ദിവസത്തിൽ കൂടുതലുള്ള ഒരു യാത്ര ഇതുവരെ നടത്തിയിട്ടില്ല. ഞങ്ങൾ പോയ ഏറ്റവും വലിയ ദൂരം ഗോവ വരെയാണ്. അതിനിടയ്ക്ക് വലിയൊരു യാത്രയ്ക്ക് അവസരം വന്നു. അവർക്കെല്ലാം നല്ല താല്പര്യമുണ്ടായിരുന്നുവെങ്കിലും ആർക്കും വരാൻ കഴിഞ്ഞില്ല. ഞാൻ അവരൊന്നുമില്ലാതെ നാട്ടിലുള്ള ഉസ്മാൻ, മുസ്തഫ, നൂമാൻ എന്നിവർക്കൊപ്പം അജ്മീർ പോയി. എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ വലിയ യാത്ര. യാത്ര കഴിഞ്ഞ് നാട്ടിലെത്തിയതോടെ ചർച്ചകൾ ഒന്നുകൂടി ഗൗരവത്തിലായി. 5 പേർക്കും കൂടി ഒരു കാശ്മീർ യാത്ര നടത്തണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അന്ന് നല്ല ഉറപ്പുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് തണുത്തു. ഡൽഹിയിലെയും മറ്റു കാഴ്ചകൾ ഞാൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. താജ്മഹലിൻ്റെ പ്രൗഢി, അജ്മീറിൻ്റെ ആത്മീയത, ജയ്പൂരിലെ രാജകീയത, ഡൽഹി എന്ന രാജ്യതലസ്ഥാനം എന്നിവയൊക്കെ ഇടയ്ക്കിടെ പറഞ്ഞ് അവരെ മോഹിപ്പിക്കുമായിരുന്നു. 6 മാസം കഴിഞ്ഞ് ജീവിത സാഹചര്യങ്ങൾ മാനിച്ചുകൊണ്ട് കൂടെയുള്ള നസീഫിന് പ്രവാസം സ്വീകരിക്കേണ്ടി വന്നു. കൂട്ടത്തിലുള്ള പലർക്കും ഇതുപോലെ പോകേണ്ടി വരുമെന്ന സാഹചര്യമായപ്പോൾ യാത്ര പെട്ടെന്ന് തന്നെ വേണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. കൂടെയുള്ള രബിത്തിനോട് ചോദിച്ചപ്പോൾ അവൻ അത്ര ദിവസം ലീവ് കിട്ടില്ല എന്ന് പറഞ്ഞ് അവൻ ആദ്യമേ പിന്മാറി. ബാക്കിയുള്ള ഞങ്ങൾ 4 പേരും കൂടി പ്ലാൻ ഉണ്ടാക്കാൻ തുടങ്ങി. ഏറ്റവും കുറഞ്ഞത് 15 ദിവസം വേണമെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ ആദ്യം അവർ വഴങ്ങിയില്ല. എങ്കിലും പിന്നീട് അവർ അത് അംഗീകരിച്ചു. യാത്രയുടെ പ്രധാന ലക്ഷ്യം മഞ്ഞ് കാണുക എന്നതാണ്. മഞ്ഞ് പെയ്യുന്ന ഡിസംബർ ജനുവരി മാസത്തിലാണ് ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ നടന്നില്ല. ആദ്യത്തിലെ ഉഷാറൊന്നും പിന്നെ കണ്ടില്ല. ഏപ്രിൽ മാസത്തിൽ ഈ വർഷത്തെ നോമ്പ് തുടങ്ങും. നോമ്പിന് മുന്നേ പോകണം എന്ന് പറഞ്ഞിരുന്നു. അതും നടന്നില്ല. സമാന്തരമായി മറ്റൊരു പ്ലാൻ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം അജ്മീറിലേക്ക് പോയ അതേ ടീം ചെറിയ പെരുന്നാൾ കഴിഞ്ഞ് ഹൈദരാബാദിലേക്ക് ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നു. കാശ്മീർ യാത്ര ഉള്ളതുകൊണ്ട് ഞാൻ അതിൽ നിന്നും പിന്മാറി. എന്നാൽ ഈ യാത്ര നടന്നതുമില്ല. സമയവും സാമ്പത്തികവുമാണ് പ്രശ്നം. പരമാവധി ചിലവുകൾ കുറച്ച് സാമ്പത്തികമെന്ന പ്രശ്നം മറികടക്കാമെന്ന് ഉറപ്പ് നൽകിയെങ്കിലും ലീവ് കിട്ടുമോ എന്ന ആശങ്കയുണ്ട്. ഒന്നും തീരുമാനിക്കാനായില്ല. പോകാൻ എല്ലാവർക്കും താല്പര്യമുണ്ട്, പക്ഷേ അങ്ങോട്ട് ഓക്കെ ആകുന്നില്ല. അതിനിടയ്ക്ക് ഉസ്മാൻ വേറൊരു പ്ലാൻ പറഞ്ഞിരുന്നു. 2 കൂട്ടർക്കും കൂടി ഒരുമിച്ച് ഹൈദരാബാദ് പോകാമെന്ന്. അത് നല്ലതായി തോന്നി. മറ്റുള്ളവരോട് പറഞ്ഞപ്പോൾ ഫായിസും മുഹമ്മദും ഓക്കെയാണ്. പക്ഷേ ജ്യേഷ്ഠനായ മുസ്തഫയ്ക്കൊപ്പം യാത്ര ചെയ്യുന്നതിൽ മുബഷിറിന് യോജിപ്പില്ലായിരുന്നു. കൂട്ടുകാർക്കൊപ്പമുള്ള കാളകളി ഏട്ടൻ്റെ മുമ്പിൽ നിന്നും പറ്റില്ലല്ലോ. അവനെ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് വിചാരിച്ച് 3 പേരും അവൻ്റെ പിറകെ കൂടിയെങ്കിലും നടന്നില്ല. അങ്ങനെ ഞങ്ങൾ പ്ലാൻ ഒഴിവാക്കി. അതോടെ വീണ്ടും കയ്യാലപ്പുറത്ത് തേങ്ങയായി. അങ്ങനെ നോമ്പ് തുടങ്ങി. 2ാമത്തെ നോമ്പിൻ്റെ അന്ന് മുസ്തഫ വിളിച്ചു. അവൻ ഹൈദരാബാദിലേക്ക് ടിക്കറ്റ് എടുക്കാൻ നിൽക്കുകയാണ്. എനിക്കും എടുക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ നാളെ രാത്രി പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് ടിക്കറ്റിംഗ് നാളത്തേക്കാക്കി. ഞാൻ നേരെ ഫായിസിനെ വിളിച്ച് ചൂടാക്കി. നാളെ ടിക്കറ്റ് എടുത്തെങ്കിലും ഞാൻ അവരെ കൂടെ പോകാമെന്ന് പറഞ്ഞു. അടുത്തതായി ഗൾഫിൽ പോകാനുള്ളത് അവനാണ്. യാത്ര കൂടുതൽ താല്പര്യമുള്ളതും അവനാണ്. രാത്രിയോടെ തന്നെ മറ്റു 2 പേരെയും അവൻ പറഞ്ഞ് സമ്മതിപ്പിച്ചു. പിറ്റേന്ന് രാവിലെ ഫായിസ് വിളിച്ചു പറഞ്ഞു കാശ്മീർ ഉറപ്പിച്ചെന്ന്. ഇന്ന് രാത്രി ടിക്കറ്റ് എടുക്കും എന്നൊക്കെ. രാത്രി ആയതോടെ 4 പേരും കൂടി സ്ഥിരം പോയി ഇരിക്കാറുള്ള കുനിയിലെ പാലത്തിനടുത്ത് പോയി മുബഷിർ മൊബൈൽ ടിക്കറ്റ് നോക്കി. പെരുന്നാൾ കഴിഞ്ഞിട്ട് 10 ദിവസം കഴിഞ്ഞ് മെയ് 3-ന് കണ്ട നിസാമുദ്ദീൻ സൂപ്പർ ഫാസ്റ്റിൽ ടിക്കറ്റ് എടുത്തു.